ഷാർജയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത് 1500-ലധികം പേർ. അനുവദനീയമായതിനേക്കാൾ ഇരട്ടിയോളം പേരാണ് കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. അപകടത്തിൽ 19 പേർക്ക് പരിക്കേറ്റതായും പോലീസ് സ്ഥിരീകരിച്ചു. ഷാർജ അൽനഹദയിലെ 51 നില ഫ്ളാറ്റിലുണ്ടായ അഗ്നിബാധയുടെ വ്യക്തമായ ചിത്രം പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലാണ് പുറത്തുവരുന്നത്. അനുവദനീയമായതിനേക്കാൾ അധികം ആളുകൾ ഫ്ളാറ്റിൽ താമസിച്ചതാണ് അപകടത്തിന്റെ ആഘാതം കൂട്ടാൻ കാരണം. ഷെയറിംഗ് താമസത്തിന് നൽകിയിരുന്നതിനാൽ ഒരേ അപ്പാർട്ട്മെന്റിൽ തന്നെ നിരവധി പേർ താമസിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള 1500-ലധികം പേർ കെട്ടിടത്തിൽ താമസിച്ചിരുന്നതായാണ് വിവരം. നിയമപ്രകാരം താമസിക്കാവുന്നതിനേക്കാൾ ഇരട്ടിയോളം പേർ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ഇതടക്കമുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനാലാണ് ഫ്ളാറ്റ് ഉടമയ്ക്കും മാനേജർക്കുമെതിരെ പോലീസ് കേസെടുത്തത്. അപകടത്തിൽ പരിക്കേറ്റ 19 പേർ ചികിത്സയിലുണ്ട്. 6 പേർക്കാണ് ഗുരുതര പരിക്ക്. മരിച്ച 5 പേരും ആഫ്രിക്കൻ സ്വദേശികളാണെന്നാണ് വിവരം. 30 നിലകൾ വരെയുള്ള അപ്പാർട്ട്മെന്റുകളിൽ താമസിച്ചിരുന്നവരെ കെട്ടിടത്തിലേക്ക് തിരിച്ച് പ്രവേശിപ്പിച്ചു തുടങ്ങി. അവശ്യ സാധനങ്ങൾ എടുക്കാനും മറ്റുമാണ് ഇവർക്ക് അനുമതിയുള്ളത്. 30 നിലയ്ക്ക് മുകളിലുള്ളവർക്ക് ഇപ്പോൾ പ്രവേശനാനുമതിയില്ല. സഹാറ സെന്ററിന് എതിർവശമുള്ള കെട്ടിടം ഷാർജയിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടങ്ങളിൽ ഒന്നാണ്. മാതൃഭൂമി ന്യൂസ്, ഷാർജ.